എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഈ ആഴ്ചയുടെ സമാപന ദിവസത്തിൽ നമ്മൾ എത്തി. ഇതൊരു ക്രിസ്മസ് ആഴ്ചയായി. ലോകം മുഴുവനും കർത്താവിൻ്റെ ജനനത്തിൽ സന്തോഷിച്ച ഒരു ആഴ്ചയാണ്. എന്നാൽ ഈ ആഴ്ച കൊണ്ട് യേശു ക്രിസ്തുവിലുള്ള ധ്യാനം നമ്മുടെ ജീവിതത്തിൽ വിട്ടുമാറുന്നില്ല. എപ്പോഴും കർത്താവിനെ നനച്ചുകൊള്ളുക. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കുമെന്ന് എപ്പോഴും. അത് ഈ ആഴ്ചത്തേക്ക് വേണ്ടി മാത്രമുള്ളതല്ല. യേശുവിനെ ധ്യാനിക്കുക. ജീസസ് എവരി ഡേ. നമ്മളിട്ട പേരതാണ്. എല്ലാ ദിവസവും യേശു. അത് നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ നിമിഷം വരെയും എല്ലാ ദിവസവും യേശു. യേശുവിൽ നിറഞ്ഞു നിൽക്കാമോ? നമ്മുടെ ജീവിതം പരമാനന്ദമായിരിക്കും, ആഘോഷമുള്ളതായിരിക്കും, സമാധാനമുള്ളതായിരിക്കും. എന്തൊരു സ്വസ്ഥതയാണെന്നറിയാമോ? യേശു കർത്താവിനെ കുറിച്ച് ചിന്തിക്കുകയും വീട്ടിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അപ്പനും അമ്മയും മക്കളും ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴും കർത്താവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. വേറെ ആരെക്കുറിച്ചും പറയാനില്ല. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്. ഇതെല്ലാം പറയുമ്പോഴേ നമ്മൾ അസ്വസ്ഥരാകുന്നത്. യേശുവിനെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ച്, യേശുവിൻ്റെ വേലയെക്കുറിച്ച്. യേശുവിൻ്റെ ഒരു പുതിയ പാട്ട് ഇറങ്ങിയിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ എഴുതിയ പാട്ട്. യേശുവിന് വേണ്ടി ഒരു റാപ്പ് സോങ് ഇറങ്ങിയിരിക്കുന്നു. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പറയുന്നത്, ഒരു പുതിയ പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഒരു പുതിയ ചെറുപ്പക്കാരൻ ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്ന ഒരു അപ്പല്ലോസ് ഇറങ്ങിയിട്ടുണ്ട്. ഈ സീസണിൽ പല പ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവരെയെല്ലാം, പുതുതായിട്ട് ഇറങ്ങുന്നവരെല്ലാം തലക്കിട്ടടിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ഒരാത്മീക ശുശ്രൂഷകൻ എഴുന്നേറ്റ് വന്നാൽ ഉടനെ അവനെ എങ്ങനെ ഒതുക്കിക്കളയാൻ നോക്കും. അതിൻ്റെ നടുവിൽ അക്കില്ല പ്രിസ്കില്ലമാരാണ് ഈ കേരളത്തിൽ എഴുന്നേറ്റ് വരേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മളതാ ചിന്തിച്ചത്. അപ്പല്ലോസ്, അതാണ് നമ്മൾ വായിച്ചത്. 26-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 18:26. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അപ്പല്ലോസ് ഒരു ചെറുപ്പക്കാരൻ. അക്വിലാസും പ്രിസ്കില്ലയും അവൻ്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. ഒരാഴമേറിയ പഠനം. അവന് വേണ്ടി രാപ്പകലിരിക്കുകയാണ്, ഉറക്കളിച്ചിരിക്കുകയാണ് ഭാര്യയും ഭർത്താവും. അവർ വളരെയധികം സമയം യൗവനക്കാർ വേണ്ടി ചെലവാക്കിയാണ്. അവന് ഭക്ഷണം വിളമ്പിക്കൊടുത്ത്, ഉണ്ടാക്കി കൊടുത്ത്, അവനെ താമസിപ്പിച്ച്. ഇങ്ങനെയുള്ളവരൊക്കെ ഇന്നുണ്ടോ? ഒരാളെ എഴുന്നേറ്റ് വരുമ്പോൾ അവൻ്റെ കുറ്റവും കുറവും അവൻ്റെ പോരായ്മകളും എല്ലാം കൂടി വിളിച്ചു പറഞ്ഞ് അവനെ ഒതുക്കിക്കളയുന്ന ഈ സീസണിൽ ഒരുത്തൻ എഴുന്നേറ്റിട്ടുണ്ട്. ഒരുത്തനുണ്ട്, അവൻ ശരിയല്ല, അവന് യേശുവിൻ്റെ വിശ്വാസ സ്നാനം അറിഞ്ഞുകൂടെ. യോഹന്നാൻ്റെ സ്നാനമാണ്. പിന്നെ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ശരിയല്ല, വ്യാഖ്യാന പശകുണ്ട്. അവൻ പറയുന്നത് മൂലഭാഷയിൽ അങ്ങനെയല്ല. നമ്മുടെ സഭയുടെ പല മൂല്യങ്ങൾ അവൻ സൂക്ഷിക്കുന്നില്ല. ഇതൊന്നും അക്വിലാസും പ്രിസ്കില്ലയൊന്നും ശ്രദ്ധിച്ചില്ല. അവർ നോക്കിയത് എങ്ങനെ ഇവനെ കരുത്തുള്ളവനാക്കാം. ഈ സീസണിൽ എഴുന്നേറ്റ് വരേണ്ടത് അക്വിലാസും പ്രിസ്കില്ലമാരുമാണ്. ഒരു ബർന്നബാസ് എഴുന്നേറ്റത് കൊണ്ടാണ് പൗലോസ് എന്ന ശക്തനായ ഒരു മനുഷ്യൻ, ഒരു അപ്പോസ്തലൻ പുറത്തു വന്നത്. പ്രബോധനപുത്രൻ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന, ബലപ്പെടുത്തുന്നവർ ഈ സീസണിൽ വേണം. അടുത്ത വാക്യം ഇങ്ങനെ 27. അവൻ ആ കൈയിലേക്ക് പോകാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അപ്പല്ലോസ് ഒരു സ്ഥലത്തോട്ട് പോകാൻ നോക്കുമ്പോൾ ഉടനെ ഒരുത്തൻ വരുന്നുണ്ട്, അവനെ ആരും കയറ്റരുതട്ടോ, അവൻ ആള് ശരിയല്ല എന്നല്ല, എല്ലാവരും കത്തെഴുതി അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ഉത്സാഹിപ്പിക്കണം. നീ ഉടനെ കത്തെഴുതി വിടുകയാണ്. ഈ വരുന്ന ചെറുപ്പക്കാരനെ എല്ലാവരും ഒന്ന് കെയർ ചെയ്തേക്കണം, അവൻ നമുക്ക് വേണ്ടപ്പെട്ടവനാണ്. ഇതൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ സഭകളിൽ നിന്ന് അന്യം വന്നു പോയ കാര്യമാണ്. നമ്മൾ നോക്കുന്ന ഒരു പൗലോസ്, ഒരു പത്രോസ്, മെയിനായിട്ടുള്ള ആൾക്കാർ, ഉയർന്നു വന്ന ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്യും.
ഒരാളെ ഉയർത്തിക്കൊണ്ടുവന്നവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ നോക്കിയേ, അവൻ അഖായിലേക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോൾ സഹോദരന്മാരവനെ ഉത്സാഹിപ്പിച്ചു. നീ ധൈര്യമായിട്ട് പോ എന്ന് പറയാൻ ആരുണ്ട്? നീ പോയാൽ ശരിയാകൂല, നീ അത്ര ശരിയല്ല. ഇതൊന്നുമല്ല ഇവിടെ പറയുന്നത്. അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. ഈ വരുന്ന ചെറുപ്പക്കാരൻ വളരെയധികം പ്രയോജനപ്പെടും. അവൻ്റെ കുറവുകൾ നോക്കരുത്, അവൻ്റെ ഗുണങ്ങൾ നോക്കി അവനെ പ്രോത്സാഹിപ്പിക്കണം. കത്തെഴുതി വിട്ടു. ഒനോസിമോസിനെ പൗലോസ് ഫിലമോന്റെ അടുക്കലേക്ക് വിടുന്നത് നമുക്കറിയാം. ഒരു കത്ത് കൊടുത്ത് വിട്ടു. ഫിലമോന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ മോട്ടിച്ചിട്ട് പോകുന്ന വഴിക്ക് അന്നത്തെ പോലീസ് പിടിച്ച് ജയിലിലിട്ടതാണ്. വന്നു കയറിയത് പൗലോസ് കിടക്കുന്ന ജയിലിലാണ്. സുവിശേഷം പറഞ്ഞു, രക്ഷിക്കപ്പെട്ടു. ഒനോസിമോസ് എന്ന വ്യക്തി ഒരടിമയാണ്. ഫിലമോന്റെ വീട്ടിലെ അന്ന് അടിമത്തമുള്ള കാലമാണ്. പൗലോസ് അവനെ ഒരു കത്ത് കൊടുത്തു വിടുകയാണ്. എനിക്ക് നിനക്കും പ്രയോജനമുള്ളവനാണ്. ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൈ കൊണ്ട്, പൗലോസ് എന്ന ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നുകൊള്ളാം. ഇങ്ങനെയുള്ളവരൊക്കെ ഈ കാലത്തുണ്ടോ? ഉണ്ടാകണം. നമ്മളെല്ലാവരും അങ്ങനെയാകണം. ഉയർന്നവരെ കൈയടിച്ച് പൂമാലയിട്ട് സ്വീകരിക്കൽ മാത്രമല്ല, ചിലർ ഉയർന്നു വരാൻ നാം അവർക്ക് അവസരങ്ങൾ കൊടുക്കണം. വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ അവസരങ്ങൾ കൊടുക്കണം. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. അടിച്ചു താഴ്ത്തുന്ന പ്രവണത മലയാളികളുടെ ഇടയിൽ നിന്ന് യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇതാ പ്രോത്സാഹിപ്പിക്കുന്ന. എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും നല്ല പ്രോത്സാഹനം കിട്ടിയിരുന്നെങ്കിൽ ഉയരങ്ങളിലെത്തുമായിരുന്നു. നിങ്ങളുടെ സഭയിൽ നിങ്ങൾക്കുണ്ടായ അവഗണനകൾ, നിങ്ങളുടെ സ്നേഹിതരുടെയും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കുണ്ടായ അവഗണനകൾ നിങ്ങളുടെ ഹൃദയങ്ങളെ വളരെയധികം മുറിപ്പെടുത്തിയെന്ന് ആത്മാവിൽ ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഒരു കാര്യം പറയും, ആ മുറിവുകളെ നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ ആ മുറിവുകളെ മുത്തുകളാക്കി മാറ്റും. മുത്തിച്ചിപ്പിയിൽ അതിനകത്ത് കയറുന്ന മണ്ണുകളിലൂടെ ആ മുത്തിച്ചിപ്പിയിലുണ്ടാകുന്ന മുത്തിച്ചിപ്പിയുടെ മാംസത്തിലുണ്ടാകുന്ന മുറിവുകളിൽ, ആ മുറിവുകളാണ് പിന്നത്തേതിൽ മുത്തുകളായി രൂപാന്തരപ്പെടുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പൊ മുറിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുറിവെണ്ണയും തേച്ചുകൊണ്ടിരുന്നാൽ പോരാ. നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നുണ്ടായ മുറിവുകളെ മുത്തുകളാക്കി മാറ്റണം. വാശി വേണം. പ്രാർത്ഥിച്ചും ഉപവസിച്ചും നിങ്ങൾക്കുണ്ടായ മുറിവുകളെ നിങ്ങൾ മുത്തുകളാക്കി മാറ്റണം. തോറ്റുകൊടുക്കരുത്. ചിലപ്പോൾ പ്രോത്സാഹിപ്പിക്കാൻ ആരും ഉണ്ടാകത്തില്ല. ചില സമൂഹത്തിന്റെ കൾച്ചർ അതാണ്. മലയാള സംസ്കാരം എന്ന് പറഞ്ഞാൽ വിദ്യാസമ്പന്നരാണ്. അപ്പോൾ തന്നെ ആരും വലുതാകാൻ സമ്മതിക്കില്ല, ആരും വളരാൻ അനുവദിക്കില്ല. അതൊരു പൈശാചികതയാണ്. ആരെയും അഭിനന്ദിക്കാൻ അറിയില്ല. സ്വയം അഭിനന്ദിക്കലല്ലാതെ മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ മറന്നുപോയ ഒരു ജനതയാണ്. അതൊരു പാപമാണ്. മലയാളി മറ്റെല്ലാ കാര്യത്തിലും മുൻപിലാണ്, എന്നാൽ ആരെയും പ്രോത്സാഹിപ്പിക്കത്തില്ല. ആ ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കും. മറ്റുള്ളവർക്കൊരു അവസരമുണ്ടാക്കും. അവർക്ക് വേണ്ടി കത്ത് കൊടുക്കും. അവരെ ഞാൻ പൗലോസിനെ പോലെ പ്രോത്സാഹിപ്പിക്കും. ഫിലമോനെ, ഈ ഒനോസിമോസിനെ എൻ്റെ അടുക്കൽ നിർത്താൻ എനിക്ക് ആഗ്രഹമാണ്. എങ്കിലും നിനക്ക് കൂടുതൽ പ്രയോജനപ്പെടാൻ ഞാൻ അങ്ങോട്ട് വിടുകയാണ്. അവൻ എന്തെങ്കിലും കടംപെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട് തരാം. ഇങ്ങനെയൊക്കെ പറയുന്നവർ എഴുന്നേറ്റ് വരുന്ന ഒരു സീസൺ ആകട്ടെ. ഈ സീസൺ ആരോടൊക്കെ ദൈവം സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മുറിവുകൾ വന്നെങ്കിൽ മുറിവുകളെ പോലും നിങ്ങൾ മുത്തുകളാക്കി മാറ്റുക. അതിനെ അനുഗ്രഹമാക്കി മാറ്റുക. കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കുമ്പോൾ അവരതിനെ അനുഗ്രഹ പൂർണ്ണമാക്കുന്നു. മുൻമഴയാൽ അനുഗ്രഹപൂർണ്ണമാക്കുന്നു. സങ്കീർത്തനം 84 പറയുന്നു. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കണ്ണുനീർ താഴ്വരയായിരിക്കും, എന്നാൽ അതിനെ ആനന്ദ നദിയാക്കി മാറ്റണം. നമുക്കൊരു ഹോംവർക്ക് ഉണ്ട്. ചർച്ചിൽ പോയപ്പോഴാണ് എനിക്ക് അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി.
അതിൻ്റെ കാരണം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ബലമില്ല. നീ നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കണം. ആരും നമ്മെ ശക്തീകരിക്കാനില്ലാത്ത സമയം വരും. നാം നമ്മെ തന്നെ ശക്തീകരിക്കണം. എത്രയോ വിമർശനങ്ങൾ എനിക്കുണ്ടായി. എത്രയോ പേര് അടിച്ചു താഴ്ത്താൻ നോക്കി. ആദ്യമായിട്ടൊരു സഭയിൽ ചെന്നു, ദൈവം അയച്ചിട്ടൊരു സഭയിൽ പോയി പ്രസംഗിച്ചപ്പോൾ നെഹമ്യാവിനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചത്. അന്ന് എറണാകുളത്ത് ഒരു ചെറിയ ഒരു വീട്ടിലെ ഒരു പ്രാർത്ഥന, ഒരു 10-60 പേര് കൂടിയിട്ടുണ്ട്. ആ പ്രാർത്ഥനയിൽ എന്നെ ദൈവം അയച്ചു. അന്ന് ഞാൻ എഴുന്നേറ്റ് 10 മിനിറ്റ് ഒരു പ്രബോധനം പറഞ്ഞു. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കുക, അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പോയി. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ മീറ്റിംഗ് ലീഡ് ചെയ്യാൻ നിന്നിരുന്ന ആള് പറഞ്ഞു, ഇവനെ പോലെയുള്ള നെഹമ്യാവുമാര് 3 മാസത്തിൽ കൂടുതലില്ല. വൈക്കോൽ തുറുവിന് തീ പിടിച്ചതുപോലെ പെട്ടെന്ന് കത്തിപ്പോയി. ഇവനെ കണ്ട് നിങ്ങളാരും ചാടണ്ട. ഞാനോർത്ത് ഞാൻ വൈക്കോൽ തുറു പോലെ പെട്ടെന്ന് തീരും, ഞാൻ അവിടെ ഇരുന്ന് സമർപ്പിച്ചു. എന്നാൽ എന്നെ വിമർശിച്ചതാണ്. കുത്തിപ്രസംഗം എന്നുള്ളതൊക്കെ നമുക്കറിയില്ല. നമ്മൾ ഒരു സഭയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരാണ്, നമുക്കിതൊന്നും അറിയില്ല. എന്നാൽ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത, മീറ്റിംഗ് നടത്താൻ വേറൊരു ചർച്ചിൻ്റെ ഔട്ട് സ്റ്റേഷനാണ്, അവിടുത്തെ പാസ്റ്റർ വിട്ട ആളാ. അങ്ങേര് അവിടുന്ന് പോയി. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം സ്ഥലം വിട്ടു, ആർക്കും കൈ കൊടുക്കാതെ. അന്ന് ആ 60 പേര് വട്ടത്തിൽ കൂടി ചില തീരുമാനങ്ങൾ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ബ്രദർ പോകരുന്നവർ, ബ്രദർ ഈ വരുന്ന ഞായറാഴ്ച മുതൽ ഇവിടുത്തെ ശുശ്രൂഷകനായിരിക്കണം എന്ന് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ 1-2 വർഷം ആ സഭ ഒന്നുമില്ലാതെ ഒരു വിമർശനം നിമിത്തം എനിക്കൊരു കൂട്ടായ്മ കിട്ടി. വിമർശനം എനിക്കൊരു കൂട്ടായ്മ തന്നു. അന്ന് എന്നെ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ 60 പേരുള്ളൊരു സഭ, അവിടെയാണ് പ്രസംഗിക്കാൻ പഠിച്ചത്. എന്ത് നന്മയാക്കി മാറ്റുന്ന ഒരു കർത്താവ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി അഗ്നി പരിശോധന വന്നാൽ പേടിക്കേണ്ട, ഒരു അപൂർവ കാര്യം വന്നാലും പേടിക്കേണ്ട. എല്ലാം നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവം. നിങ്ങളെ ആര് കരിവാരിത്തേക്കാൻ നോക്കിയാലും അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്, അത് നിങ്ങൾക്ക് ഉയർച്ചയാണ്, അത് നിങ്ങൾക്ക് മാന്യതയാകും, അത് നിങ്ങൾക്ക് പദവിയാകും. അതുകൊണ്ട് നിന്നെ തന്നെ നീ നല്ലവണ്ണം ശക്തീകരിക്കണം. അടുത്ത വാക്യം എങ്ങനെയാണ്? 28-ാം വാക്യം, യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവഴുത്തുകളിൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. അവൻ അഖായിലേക്ക് പോയപ്പോഴാണ് സംഭവിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ എത്തിയാറെ, 27-ാം വാക്യത്തിൽ, അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയിൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായിരുന്നു. എല്ലാവർക്കും അല്ല പ്രയോജനം, ചിലർ സഭയിലെ ജഡീകന്മാർക്ക് പ്രയോജനമാണ്. എന്നാൽ അപ്പല്ലോസ് ദൈവകൃപയിൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമാണ്. നിങ്ങൾ ആർക്കാണ് പ്രയോജനപ്പെടുന്നത്? സഭയിലെ ആത്മീകർക്കാണോ നിങ്ങൾ പ്രയോജനപ്പെടുന്നത്? സഭയിലെ ജഡീകർക്കാണോ? ജഡീകന്മാർക്ക് ഒരു കൂട്ടായ്മയ്ക്ക് ഒരാളെയും കൂടി കിട്ടി, അതാണോ? അല്ല. സഭയിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ഒരു പ്രയോജനമാണോ? സഭയുടെ വളർച്ചയ്ക്ക് നിങ്ങൾ പ്രയോജനമാണോ? അല്ല, സഭയിലെ ജഡീകന്മാരുടെ കൂടെയാണോ നിൽക്കുന്നത്? ഇതാ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. അതുപോലെ ശക്തനായിട്ട് അപ്പല്ലോസ് എഴുന്നേറ്റു. കാരണം ചുറ്റി നിൽക്കാൻ കുറച്ച് പേരുണ്ട്, കൈത്താങ്ങൽ കൊടുക്കാൻ ചിലരുണ്ട്. ഒരു സീസന്റെ അത്ഭുതമായിട്ട് ദൈവം ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. ഇത് കേൾക്കുന്ന ഓരോരുത്തരും അറിയണം, നമ്മെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് ചെയ്യുക. ചിലപ്പോൾ നമ്മെ സഹായിക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ നമ്മെ മുറിപ്പെടുത്താനായിരിക്കും. എന്തായാലും ചെയ്യുന്നത് ശക്തിയോടെ ചെയ്യുക. എരിവ് കുറയരുത്, തീഷ്ണത കുറയരുത്, ദൈവമായിട്ടുള്ള ബന്ധം കുറയരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ കൈകളിൽ ഈ ആഴ്ചയിൽ ജീസസ് എവരിഡേ ശ്രദ്ധിച്ച് എല്ലാവരും ഏൽപ്പിച്ച് അനുഗ്രഹിക്കും. പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ കാലൂന്നാൻ പോകുന്നു. അതിനു മുമ്പ്
ഈ വർഷത്തിൽ വലിയ തീരുമാനങ്ങൾ ഈ വചന ധ്യാനത്തിലൂടെ എല്ലാം എടുക്കുവാൻ ഓരോരുത്തർക്കും കൃപ കൊടുക്കണം. സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ, ഉയർച്ചകൾ ഉണ്ടാകട്ടെ, ക്രിസ്തുവിലുള്ള പ്രാഗൽഭ്യം വർദ്ധിക്കട്ടെ. അപ്പല്ലോസുമാർ എഴുന്നേൽക്കട്ടെ, പൗലോസുമാർ എഴുന്നേൽക്കട്ടെ, ബർണബാസുമാർ എഴുന്നേൽക്കട്ടെ. തീക്ഷ്ണമായ ഒരു സുവിശേഷ വേല ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. എല്ലാവർക്കും നന്ദി. പ്രൈസ് ജനറേഷൻ ചർച്ചിൻ്റെ യൗവനക്കാർ അവർ പലയിടങ്ങളിൽ പോയി ടെൻറ്റുകൾ അവിടെ സ്ഥാപിച്ച് സുവിശേഷം അറിയിക്കുന്നു. അവർ പ്രൈസ് ജനറേഷൻ വർഷിപ്പ് ടീം പോയി പാടുന്നു. അനേകർക്ക് ക്രിസ്മസിൻ്റെ വകയായതുകൊണ്ട് കുറേ ഗിഫ്റ്റുകൾ കൊടുത്ത് ചെലവാക്കി ഓരോ ഏരിയകളിൽ പോയി അവർ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾക്ക് അവരെ കൈത്താങ്ങാം, പ്രോത്സാഹിപ്പിക്കാം. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ അവർ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ആ സുവിശേഷീകരണത്തിൻ്റെ ഫോട്ടോകൾ 1-2 അയച്ചു തരുന്നതായിരിക്കും. ഈ സുവിശേഷീകരണത്തിന് വലിയ സാമ്പത്തിക ചെലവുണ്ട്. ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ഏരിയയിൽ പോയി പ്രവർത്തിക്കുമ്പോൾ അവരുടെ വലിയ ചെലവുകൾ, ഒത്തിരി സാമഗ്രികൾ ആവശ്യമാണ്, സിസ്റ്റം ആവശ്യമാണ്. 100-100-ലധികം ചെറുപ്പക്കാരുള്ള പ്രൈസ് ജനറേഷൻ ചർച്ചിലെ ആ ചെറുപ്പക്കാരുടെ വിങ്ങിനെ നിങ്ങൾക്ക് എങ്ങനെയെല്ലാം പ്രോത്സാഹിപ്പിക്കാമോ? ഞങ്ങളുടെ സ്വപ്നം ഇന്ത്യ മുഴുവനും, ഏഷ്യ മുഴുവനും, ഭൂമിയുടെ അറ്റം വരെയും കർത്താവിൻ്റെ സ്തുതിയെ, രക്ഷയെ എത്തിക്കുക. അത് ഞങ്ങളുടെ ദർശനമാണ്. നിങ്ങളെ കൈത്താങ്ങൽ ചോദിക്കുന്നു. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു സഭായോഗമുണ്ട്. നിങ്ങളെ പ്രത്യേകം ഈ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുന്നു. ഈ വർഷത്തെ ഏറ്റവും ഒടുവിലത്തെ സഭായോഗം. നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ രാവിലെ 8 മണിക്കാണ്. കടന്നു വരിക. ഗോഡ് ബ്ലസ് യു. ആമേൻ. Oh,
ക്രൂശിലോളം നീ നിന്നെ താഴ്ത്തിയോ, ഏഴയനെ ഇത്രമേ സ്നേഹിക്കുവാൻ എൻ ദൈവമേ എന്തുള്ളു ഈ ജന്മ നിൻരുതിരം തന്നെ വീണ്ടെടുപ്പാൻ ക്രൂശിലോളം നീ നിന്നെ താഴ്ത്തിയോ. സഭ ചേർന്ന് അത്യുച്ചത്തിൽ പാടും എത്രയോ മഹോന്നതൻ അത്യുച്ചത്തിൽ പാടും കർത്താവേ, അങ്ങെത്രയോ മാനവൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. അങ്ങെത്രയോ മഹോന്നതൻ. അങ്ങെത്രയോ മഹോന്നതൻ. അങ്ങെത്രയോ ഇത്രമേൽ സ്നേഹിക്കുവാൻ എൻ ദൈവമേ എന്തുള്ളു നീ ജന്മ